മോർണിംഗ് ഗൈസ്, ഡേ 2 രണ്ടാമത്തെ ദിവസം നമ്മൾ എഴുന്നേറ്റ് ഒരു കാപ്പിയൊക്കെ കുടിച്ചു. ഇപ്പോൾ രാവിലെ 9 മണിക്ക് കുർബാനയുണ്ട്, മലയാളം കുർബാനയുണ്ട്. ഇപ്പോൾ എവിടെ വെട്ടുണ്ടെന്ന് തോന്നുന്നു. മലയാളം കുർബാനയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നത്. ആ കാണുന്ന പള്ളിയിലാണ് കുർബാന. ഇപ്പോൾ എല്ലാ മലയാളീസാണ് നടന്നു പോകുന്നത്. അപ്പം നമ്മൾ പള്ളിയിലേക്ക് പോകാം. മുടിയൊക്കെ പറക്കണം. വെയിൽ നല്ല വെയിലാട്ടോ, കത്തിയ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വെയിൽ കൂടത്തേ ഉള്ളൂ. നമുക്കിന്ന് വൈകുന്നേരം 5 മണിക്ക് നാഗപട്ടണത്തിൽ നിന്നാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് രാവിലെ ഇവിടെ പള്ളിയിൽ വന്നിട്ട് അവിടെ 2-3 സ്ഥലത്തൊക്കെ പോയിട്ട് തിരിച്ച് റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങാനാണ് പ്ലാൻ. ആക്ച്വലി ഇപ്പം ഇതാണ് പള്ളി, വലിയൊരു പള്ളി. ഇവിടെ ഒരു വലിയ കുരിശുണ്ട് കേട്ടോ. ആ കാണുന്ന ഒരു കർത്താവിൻ്റെ ഫോട്ടോ ഉണ്ട്. അതിൻ്റെ താഴെ പോയിട്ട് ഫോട്ടോ എടുക്കണം. നമ്മളെ ഇപ്പം അവിടെ പോകുന്നുണ്ടോ ഫോട്ടോ എടുക്കാൻ? പള്ളി പോയിട്ട് 3:45 ഉള്ളൂ. ഫോട്ടോ എടുത്തിട്ട് വന്നാലോ? ഈശോയുടെ ഫ്രണ്ടിൽ പോയിട്ട്. യെസ്, ദേ പള്ളി. ഈ പള്ളി തന്നെ അല്ലേ? ഇത് തന്നെ. അതിന്റെ അപ്പുറത്തെ മുട്ടയെ നീന്തുന്നേ അതുണ്ടല്ലോ, ആ ഇത് വെച്ചതിന്റെ അവിടെ. ബാത്റൂം കണ്ട പള്ളി, വലിയ പള്ളി അവിടെ. തണലത്ത് നിൽക്കാം അല്ലേ? അതാ പറഞ്ഞ ഇതാന്ന്. കൊടയുണ്ട്, കൊട പിന്നിടക്കാം. അമ്മോ പൊള്ളനെ ഓടിക്കോ. എന്ത് രസാ നോക്കിയ മുകളിലോട്ട് നോക്കിക്ക്. നമ്മളെ അനുഗ്രഹിച്ച് നിൽക്കുന്ന പോലെ അല്ലേ? പോവാ. അവിടെ എന്താ? ഇതിലുണ്ടല്ലേ. നമ്മൾ ഈ ദുബായിൽ ഊതുമേത്ത എന്ന് പറഞ്ഞ ചർച്ച്, ഊതുമേത്ത എന്ന് പറഞ്ഞ ചർച്ച്, ആ ഊതുമേത്ത എന്ന് പറഞ്ഞ ചർച്ചിൻ്റെ അങ്ങോട്ട് പോകുന്നത് ഇതുപോലെയാ. ഇങ്ങനെ പാർക്കിങ്, എന്നിട്ട് ഇവിടെ നിറച്ചും മലയാളീസ്, എന്നിട്ട് ഇങ്ങനെ നടന്നു പോകും. ഇതുപോലൊരു വിജനമായ ഏരിയയിലാണ് അത്. ആ ഓർമ്മ വരുന്നത് എനിക്ക്. നടന്നു പോകുമ്പോൾ ഇതുപോലെ സൈഡിൽ കൂടെ നമ്മൾ നടക്കണം. ഈ ഓർമ്മ വരുന്ന പള്ളിയിൽ പോകുന്ന. ഇല്ല, എന്ത് തൊട്ടിലാ? വേണ്ട അതല്ല, തൊട്ടിലൊക്കെ ജോലിക്കൊക്കെ അവര് നമ്മളെ തപ്പുവോ? ഇതാണ് പള്ളി. ആര് ഫോൺ എടുക്കും? കുർബാന തുടങ്ങി. അപ്പം ഞാൻ പള്ളിയിലേക്ക് കയറാൻ പോവാ. വലിയ തിരക്കൊന്നുമില്ല, സീറ്റ് കിട്ടുമെന്നും പറഞ്ഞിട്ട് ഇവര് ചെരുപ്പ് തണലത്തെ എവിടെയില്ല. അത് ആ തണലത്തെ എവിടെയും കൊണ്ട് അമ്മ അന്നൊക്കെയെന്ന് പറഞ്ഞ സീസണാ. ഇങ്ങോട്ട് വാ. ചെരുപ്പെട്ടു കാല്. വിളകണ്ടിയിൽ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ ഇത്രയും തിരക്കൊന്നും അല്ല കേട്ടോ, ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ അത് നമ്മൾ കുർബാനയൊക്കെ കണ്ടതിന് ശേഷം ബ്ലെസ്സിങ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആനവെള്ളം ഇങ്ങനെ തളിക്കുന്നുണ്ട്. ഈ അച്ഛനെ നിങ്ങൾ കണ്ടുപരിചയമുണ്ടോ ഗൈസ്? അപ്പം ഈ അച്ഛനുണ്ടല്ലോ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഫാദറാണ്. ഫാദർ മാർട്ടിൻ എന്ന് പറയുന്ന ഫാദർ അങ്കമാലിക്കാരനാണ്. ഇതിപ്പോൾ എന്തോ കുർബാനയ്ക്ക് ക്ഷണം വന്നിട്ട് പോയിട്ടുള്ളതാണ് അച്ഛൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലാണ്. പുള്ളിക്കാരൻ കുരിപ്പും കത്തനാരും കേട്ടോ ഇൻസ്റ്റ ഐഡി വരും. അതന്നെ അങ്ങനെ പറഞ്ഞേ. അതാണ് അച്ഛൻ്റെ ശിശുക്കളെ എടുത്തു വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയുണ്ടോ? ഓക്കെ, നല്ല രസമുണ്ടല്ലേ ഇത് കാണാന്. ഇവിടുന്ന് ഇതാ
ആ പള്ളിയുടെ അത് കരിഞ്ഞ വെയിൽ. അപ്പോൾ അവിടെ നിന്ന് മറ്റേ പള്ളിയുടെ അവിടെ പോയിട്ട് ഒരു നേർച്ചയുണ്ട്, അതങ്ങടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ഫേസ് ടു ഫേസ് ഇത് കുരിശ് പോലെയാണ് ഇവിടുത്തെ പള്ളി കേട്ടോ. 1 ഇത്, 2 അത്, 3 ഇത്, പിന്നെ ഓപ്പോസിറ്റ് ആ സൈഡിലൊരു പള്ളി. ബാ, നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ നേർച്ചയൊക്കെ കെട്ടാം കേട്ടോ. ഇതാണ് തൊട്ടിൽ കെട്ടാം, അതുപോലെ ചാവി, കല്യാണം നടക്കാത്തവർക്ക് ഇത് ഒക്കെ. അപ്പം നമ്മൾ ഒരു ചാവി ഇതാക്കാൻ പോവാം. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഒരു ചെറിയ കേസിൻ്റെ ഒക്കെ ആയിട്ടിരിക്കുകയെന്ന് അറിയാമല്ലോ. നമ്മുടെ പൈസയൊക്കെ പോയിട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് മമ്മി പ്രാർത്ഥിച്ചിട്ട് ഒരു താക്കോൽ ഇങ്ങനെ കെട്ടി വെക്കുകയാണ്. അത് അങ്ങനെ ഒരു ഐതിഹ്യമാണ്. എല്ലാവർക്കും വിശ്വാസം വരണമെന്നില്ല, പലരുടെയും പല വിശ്വാസങ്ങളാണല്ലോ. അപ്പം മമ്മിക്കത് വിശ്വാസം ഉണ്ടായിരുന്നു. പൂട്ടുക, നമ്മൾ അവിടെ പൂട്ടുക. ഒരു താക്കോൽ അവിടെ പള്ളിക്കകത്ത് ഇടുക, അതിൻ്റെ 2 താക്കോൽ കിട്ടും. അതിലൊരു താക്കോൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവരിക. നമ്മളുടെ കാര്യം ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു വീട് വെച്ച് കിട്ടുമോ, അല്ലെങ്കിൽ ഇപ്പോൾ പൈസ പോയത് തിരിച്ച് കിട്ടുമോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താക്കോൽ കൊണ്ട് വേളാങ്കണ്ണി പള്ളിയിലിടുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും പള്ളിയുടെ നേർച്ചപ്പെട്ടിയിലിടുക. ഇതാണ് അവിടുത്തെ ഐതിഹ്യം വരുന്നത്. ഒത്തിരി പേര് കുട്ടികൾ ഇല്ലാത്തവരൊക്കെ തൊട്ടിലൊക്കെ കെട്ടുന്നുണ്ട്. പിന്നെ നല്ല പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സ്റ്റാച്ചു കണ്ട് ഗൈസ്, കർത്താവിൻ്റെ കൂടെയുള്ളത്. ഇവിടെ ഇപ്പം ഞങ്ങളിപ്പം ഇവിടെ ഒരു ആരാധനാലയമുണ്ട്, അങ്ങോട്ട് പോകാം. ഒരു പാർക്ക് പോലെ ഒരു സ്ഥലമാണ്, പാർക്ക് പോലെ നല്ല രസമാണ്. ഇവിടെ നേരം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. നമ്മുടെ കാലിലൊക്കെ എല്ലാവരും പുറകെയുണ്ട്. ഈ ഏരിയയിലാണ് ആ ആരാധനാലയം ഉള്ളത്. ഇതൊരു AC ആരാധനാലയമാണ്. അതിൻ്റെ അടുത്ത് തന്നെ പള്ളിയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. പണ്ട് എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, ഞാൻ ഇവിടെ നിന്നിട്ട് തന്നെ ഈ സെയിം സ്പോട്ടിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കിടപ്പുണ്ട്. ഞാനും മമ്മിയൊക്കെ തന്നെ. ആ കല്ലിലൊന്നും തൊടാൻ പോലും പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് ചൂടാണ് അതിന് വരെ. ഞങ്ങൾ നേരെ പള്ളിയുടെ ആ AC ഹാളിലേക്ക് പോകും. ഞാനാണിത് നമ്മുടെ സ്നാപയോഹനന്റെ വേഷം, ഒട്ടകരോമം കൊണ്ടുള്ള അതാണോ അത്? ഡ്രസ്സാണ്. പിന്നെ പുള്ളിക്കാരന്റെ ഭക്ഷണം വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു. അമ്മേ, എല്ലാം അറിയാം കള്ളി. ശരി, ഞങ്ങളിപ്പോൾ ആരാധനാലയത്തിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പുതിയ ആരാധനപ്പള്ളി ഇപ്പുറത്തെ സൈഡിൽ നിന്നില്ല, ഞാൻ അതല്ല ഇങ്ങോട്ട് പോകുന്നേ. അതിനകത്ത് നിറച്ച ആൾക്കാരാന്ന് തോന്നുന്നു. AC ഹാളായതുകൊണ്ട് എല്ലാവരും അതിനകത്ത് കയറിയിരിക്കുന്നു. ചെരുപ്പ് കാണുന്നുണ്ടല്ലേ. ഇതാണ് ആരാധനപ്പള്ളി, പുതിയ ആരാധനപ്പള്ളി. ഇതിനുള്ള ഇത് AC ഹാളാണ് കേട്ടോ. ഈ കൊടുംചൂട് കാരണം അവിടുത്തെ ആൾക്കാർ മോരും വെള്ളമൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ കുറിച്ച് പള്ളിയിൽ കയറി, അത് കഴിഞ്ഞിട്ട് നല്ല ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി എന്നിട്ട് നേരെ റൂമിലേക്ക് പോയിട്ട് റൂം വെക്കേറ്റ് ചെയ്യാം. നാട്ടിൽ ബാലാജി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്ട്രീറ്റിലാണുള്ളത്. സോ നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും വേളാങ്കണ്ണിയിൽ നിന്ന് 4:55 നാഗപട്ടണത്തിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കണക്റ്റിംഗ് ട്രെയിൻ നമ്മുടെ എറണാകുളത്തുള്ള ട്രെയിൻ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേളാങ്കണ്ണിയോട് ബൈ ബൈ പറയുകയാണ് അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ കയറി നാഗപട്ടണം, ദെൻ നാഗപട്ടണം ടു എറണാകുളം.